ഹായ് ഫ്രണ്ട്സ്, ദിലീപ് ഫ്രം കാസർഗോഡ്. അപ്പം ഞാനുള്ളത് UAE ഒരു മുതലിനെ ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് കാണാൻ വേണ്ടി ഞങ്ങൾ വന്നതാണ്. ഞാൻ മാത്രമല്ല, അൻവർ ചേണ്ട്, ഹാരിസ് ചേണ്ട്, അഷ്കർ ചേണ്ട് എല്ലാവരും ഉണ്ട്. അപ്പോൾ ഏകദേശം നിങ്ങൾ ഞെട്ടിപ്പോകും. 3 ലക്ഷം ദിർഹംസിൻ്റെ ഒരു മോഡിഫിക്കേഷൻ ചെയ്തൊരു വണ്ടി പരിചയപ്പെടാനായിട്ട് വന്നതാണ്. അപ്പോൾ ഇത് ചെയ്ത ആളെയും വണ്ടീനെയും വണ്ടിയുടെ ഓണറൊക്കെ നമുക്കൊന്ന് ജസ്റ്റ് പരിചയപ്പെടാം. അപ്പോൾ എന്തായാലും നമ്മുടെ ഈ ഒരു യാത്ര സ്പോൺസർ ചെയ്തിരിക്കുന്നത് നമ്മുടെ മൗലവി ട്രാവൽസും അതുപോലെ തന്നെ ജാൻ ഡെക്കോർ എന്ന് പറയുന്ന ഇൻറ്റീരിയർ സ്റ്റുഡിയോ ആണ്. അപ്പോൾ മൗലവി ട്രാവൽസിൻ്റെ പുതിയ ഡിസംബറിലേക്കുള്ള സ്കീമും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അത് ഡീറ്റെയിൽ അറിയാൻ നിങ്ങളിതാ ഈ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ ഏറ്റവും കുറഞ്ഞ വിലയിൽ ഏറ്റവും പ്രീമിയമായിട്ടുള്ള ഇൻറ്റീരിയർ ഐറ്റംസിന് വേണ്ടിയിട്ട് ഈ കാണുന്ന ജാൻ ഡെക്കോറും കോൺടാക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതിൻ്റെ വീഡിയോയിലേക്ക് പോവാം. ഇതിൽ മെയിനായിട്ട് സൗണ്ട് സിസ്റ്റമാണ്, പിന്നെ ഓഫ് റോഡ് സ്പെക്കാണ് ഫുള്ള്. ഇതിൽ നമുക്ക് എന്താ പറയുക, നമ്മുടെ ഒരു ലൈവ് നമ്മുടെ നാട്ടിലൊരു ഗാനമേള നടത്തുന്ന മാതിരി നമുക്ക് നടത്താം. ഇത് മൊത്തത്തിൽ എത്ര വാട്ട്സ്? 30,000 വാട്ട്സിന് 35,000 വാട്ട്സ് നമുക്ക് അതിൽ നമുക്ക് പ്ലേ ചെയ്യാൻ പറ്റും. ഫുൾ പവർ സപ്ലൈ, 7 ലിഥിയം ബാറ്ററി, പിന്നെ 4000 RMSന്റെ 4 സബ്വൂഫറാണ് അതിലിരിക്കുന്നത്. പിന്നെ സ്പീക്കേഴ്സ് എല്ലാം നമുക്ക് ടോട്ടൽ വരുമ്പോൾ ഒരു 30,000 വാട്ട്സ് RMSൽ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. ഇത് ഇവിടെ മാത്രമല്ലാണ്ട് പിന്നെ വേറെ സൈഡ് ഫ്രണ്ടിലുണ്ട്. ഫ്രണ്ട് ഡ്രൈവറും പാസഞ്ചർ സീറ്റും മാത്രമേ ഉള്ളൂ. ഫ്രണ്ട് ഡോറിൽ നമ്മൾ ഇതാണല്ലേ, ഇങ്ങനെ ഡോറിൽ ഫുൾ ഫാബ്രിക്കേറ്റ് ചെയ്ത്. അപ്പൊ ശരിക്കും സ്റ്റാർട്ട് ഭയങ്കര വൈബ്രേഷൻ ആയിട്ട് അങ്ങനെ ഒന്നുമില്ല. ഇത് ഓൾമോസ്റ്റ് 1 ഇയറോളം നമ്മളിത് എടുത്തു. ഇതിങ്ങനെ ഫുൾ ഫാബ്രിക്കേറ്റ് ചെയ്ത് പ്രോപ്പറായിട്ട് എല്ലാം കസ്റ്റമാണ്. നമ്മളതിന്റെ എല്ലാ ഭാഗവും ചെക്ക് ചെയ്ത് ക്ലിയർ ചെയ്ത് പവർ സപ്ലൈ, ഇതിന്റെ മെയിൻ സൗണ്ട് സിസ്റ്റത്തിന്റെ പവർ സപ്ലൈ ആണ് മെയിൻ. ഇത് അത് എല്ലാ ഭാഗവും നമ്മൾ നോക്കി ഓൾട്ടർനേറ്റർ കസ്റ്റം ചെയ്തു, പവർ സപ്ലൈ ബാറ്ററി ആഡ് ചെയ്തു, സ്പീക്കേഴ്സ് ആംപ്ലിഫയർ എല്ലാം കസ്റ്റമാണ്. ചേട്ടൻ്റെ തലേന്നാണ് ഇതല്ലേ പുറത്തേക്ക് വന്നത്? ചേട്ടൻ ശരിക്കും എഞ്ചിനീയർ ആണ് അല്ലേ? ഞാൻ ഡിപ്ലോമയാണ് കഴിഞ്ഞു. പിന്നെ നമ്മൾ കാർ ഓടിയിലേക്ക് ഡിപ്ലോമ എന്നല്ല, എക്സ്പീരിയൻസിലാണ് വാല്യൂ. എക്സ്പീരിയൻസ് അല്ലേ? വർഷം എത്ര ആയി എന്നുള്ള. കാരണം ഈ സാധനം നിങ്ങൾ വൈബ്രേറ്റ് ഇല്ലാണ്ട് വർക്ക് ചെയ്യിപ്പിക്കാന്ന് പറഞ്ഞ, കാരണം ഈ 4 ഡോറും ബാക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ശരിക്കും വന്ന സ്റ്റോക്കിൽ നിന്ന് എന്തൊക്കെയാണ് ബ്രോ അഡീഷണൽ ചെയ്തേക്കുന്നത്? ഇത് കംപ്ലീറ്റ് ആയിട്ട് എല്ലാം മോഡിഫൈ ചെയ്തിട്ടുണ്ട്. എല്ലാം പറയുമ്പോൾ സ്റ്റാർട്ടിങ് ഫ്രം സസ്പെൻഷൻ, വൈഡ് ബോഡി, സ്പേസേഴ്സും വീൽസും ടയർസ് എല്ലാം കംപ്ലീറ്റ്ലി മോഡിഫൈഡ് ആണ്. GCC സ്പെക്കാണ്. UAE ഇവിടുത്തെ വണ്ടിയാണ്. ഇത് ഓഫ് റോഡിങ്ങിന് വേണ്ടിയിട്ട് ഇവിടെ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു വണ്ടിയാണ്. ഇപ്പോൾ ഓഫ് റോഡിംഗ് ഒക്കെ നിർത്തി ഓഡിയോക്ക് വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു ലൈനിലുള്ള ഒരു ബിസിനസ്, പിന്നെ ഇതിന്റെ ഒരു പാഷനേറ്റ് ആയിട്ട് ഉള്ളതുകൊണ്ട് നമുക്കിപ്പോൾ ഇതിന് വേണ്ടിയിട്ട് മോഡിഫൈ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഒരു ഷോ പർപ്പസിന് വേണ്ടിയിട്ടാണ് മെയിനായിട്ട് മോഡിഫൈ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ലാസ്റ്റ് ഏത് ഷോ വിൻ ചെയ്തില്ലേ? കുറെ ഷോസ് ഒക്കെ റെഗുലർ ആയിട്ട് പോകുന്നുണ്ട്. ഈ വീക്കെൻഡിൽ ഒരു ഷോ ഉണ്ട്, ഇപ്പോൾ ഈ സാറ്റർഡേ ഒരു ഷോ ഉണ്ട്. ഷോയിലൊക്കെ കയറുന്നുണ്ട് റെഗുലർ ആയിട്ട്. അതന്നെയാണല്ലേ ഈ ഒരു ഐഡിയ ബ്രോയ്ക്ക് വരാൻ? മീൻസ് ഇതിനോടൊരു പാഷനായിട്ട്